ഹലോ, ഞാൻ ജാസ്മിൻമൻസൂർ cindrellaconceptsലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കളർ തിയറിയെക്കുറിച്ചാണ്. അപ്പം നമ്മൾ ചിന്തിക്കും, കളർ തിയറിയെക്കുറിച്ച് എന്തറിയാനാണ്, അല്ലെങ്കിൽ കളറിനെക്കുറിച്ച് നമ്മളുടെ ഫീൽഡിൽ എന്തറിയാനാണ് എന്നൊക്കെയുള്ളൊരു ചിന്തകൾ വരും. പക്ഷേ അങ്ങനെയല്ല. ബ്യൂട്ടി ഫീൽഡിൽ ഹെയറിനെ കൂടുതൽ സ്നേഹിക്കുന്നവർ ഈ കളർ തിയറിയൊക്കെ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ഹെയർ കളറൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഹെയർ കളർ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഒരു ഹെയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നവർ ഈ ഹെയർ കളറിനെ കുറിച്ച് അറിയുകയും ഈ കളർ തിയറിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യണം. ഇവിടെ ഞാൻ 3 കളറ് കാണിച്ചിട്ടുണ്ട്. ഒന്ന് യെല്ലോയെ, ഒന്ന് റെഡ്, ഒന്ന് ബ്ലൂ. ഈ 3 കളറും പ്രൈമറി കളേഴ്സ് എന്നാണ് പറയുന്നത്. പ്രൈമറി കളേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന കളറല്ല ഇത്. പ്രകൃതിയിലുള്ള നാച്ചുറൽ കളറാണ്. 2 കളറ് തമ്മിൽ മിക്സ് ചെയ്താലും ഈ കളറ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇതിനെ പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത്. നാച്ചുറൽ കളേഴ്സിന് ഏറ്റവും വലിയ പ്രകൃതിയുടെ ഉദാഹരണമാണ് സൂര്യൻ. അതിൻ്റെ അകത്ത് റെഡും ഉണ്ട്, യെല്ലോയും ഉണ്ട്. നിങ്ങൾ ആകാശത്തിലോട്ടൊന്ന് നോക്കിക്കേ, ആകാശത്തിൻ്റെ കളറ് ബ്ലൂ അല്ലേ? ഇതൊന്നും മനുഷ്യനായിട്ടുണ്ടാക്കിയതോ മനുഷ്യൻ മിക്സ് ചെയ്തോ ഉണ്ടാക്കിയതല്ല, പ്രകൃതിയുടെ നാച്ചുറലായിട്ടുള്ള കളറാണ്. അതുകൊണ്ടാണ് ഇതിനെ പ്രൈമറി കളർ എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രൈമറി കളറിനെ കുറിച്ച് മനസ്സിലായല്ലോ അല്ലേ? അടുത്തത് നമുക്ക് മനസ്സിലാക്കേണ്ടത് സെക്കൻഡറി കളറാണ്. 2 പ്രൈമറി കളേഴ്സ് തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സെക്കൻഡറി കളേഴ്സ്. ഇപ്പോൾ പ്രൈമറി കളർ എന്ന് പറയുന്നത് ബ്ലൂ, റെഡ്, യെല്ലോയെ. ഇതിൽ ഏതെങ്കിലും 2 കളേഴ്സ് തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കളറാണ് സെക്കൻഡറി കളർ. ഇവിടെ ഞാൻ ആദ്യം മിക്സ് ചെയ്യുന്നത് യെല്ലോയും ബ്ലൂവും കൂടിയാണ്. യെല്ലോ, ബ്ലൂ 2 പ്രൈമറി കളറാണ്. ഈ 2 പ്രൈമറി കളറും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് ഗ്രീൻ കളറാണ്. ഒന്നും കൂടെ പറയാം, 2 പ്രൈമറി കളറായ യെല്ലോയും ബ്ലൂവും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന സെക്കൻഡറി കളറാണ് ഗ്രീൻ. ഇത് ഈക്വലായിട്ട് മിക്സ് ചെയ്യുകയും വേണം. രണ്ടാമത് ഞാൻ മിക്സ് ചെയ്യുന്നത് പ്രൈമറി കളറായ റെഡും അതുപോലെ തന്നെ യെല്ലോയുമാണ്. റെഡും യെല്ലോയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന സെക്കൻഡറി കളറാണ് ഓറഞ്ച്. ഇത് ഈക്വലായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് കളറ് നമ്മൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് റെഡും യെല്ലോയും മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഓറഞ്ച് കളറാണ്. അടുത്തത് ഞാൻ മിക്സ് ചെയ്യാൻ പോകുന്നത് റെഡും ബ്ലൂവും കൂടിയാണ്. റെഡ് പ്രൈമറി കളറാണ്, ബ്ലൂ പ്രൈമറി കളറാണ്. ഈ 2 പ്രൈമറി കളറും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് സെക്കൻഡറി കളറായ വയലറ്റ് ആണ്. ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 2 പ്രൈമറി കളേഴ്സ് മിക്സ് ചെയ്യുമ്പോൾ സെക്കൻഡറി കളേഴ്സായ ഗ്രീന്, വയലറ്റ്, ഓറഞ്ച് ഇവയാണ് കിട്ടുന്നത്. അടുത്തത് ഞാൻ കാണിക്കുന്നത് ടെറിഷറി കളറാണ്. പക്ഷേ ടെറിഷറി കളേഴ്സ് 6 കളറ് കിട്ടും. പക്ഷെ ഞാനിവിടെ 3 കളറേ കാണിക്കുന്നുള്ളൂ. എൻ്റെ വീഡിയോ ലോങ്ങായി പോകുന്നത് കൊണ്ടാണ് ഞാനിവിടെ 3 കളേഴ്സ് കാണിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കുന്നത് ടെറിഷറി കളറാണ്. അപ്പോൾ 3 പ്രൈമറി കളറുണ്ട്. 3 പ്രൈമറി കളറിൽ 2 പ്രൈമറി കളർ നമ്മൾ മിക്സ് ചെയ്ത് നമുക്ക് 3 സെക്കൻഡറി കളർ കിട്ടിയിട്ടുണ്ട്. ഇനി ടെറിഷറി കളർ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി കളറും പ്രൈമറി കളറും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ടെറിഷറി കളർ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 6 ടെറിഷറി കളറാണ് കിട്ടുന്നത്. സെക്കൻഡറി കളറായ ബ്ലൂവും പ്രൈമറി കളറായ ഗ്രീനും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ബ്ലൂ ഗ്രീൻ കിട്ടുന്നു. സെക്കൻഡറി കളറായ വയലറ്റും പ്രൈമറി കളറായ ബ്ലൂവും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ബ്ലൂ വയലറ്റ് കിട്ടുന്നു. സെക്കൻഡറി കളറായ ഓറഞ്ചും പ്രൈമറി കളറായ റെഡും കൂടെ മിക്സ് ചെയ്യുമ്പോൾ റെഡ് ഓറഞ്ച് കിട്ടുന്നു. ഇനി സെക്കൻഡറി കളറായ വയലറ്റും പ്രൈമറി കളറായ റെഡും കൂടെ മിക്സ് ചെയ്യുമ്പോൾ റെഡ് വയലറ്റ് കിട്ടുന്നു. സെക്കൻഡറി കളറായ ഓറഞ്ചും പ്രൈമറി കളറായ യെല്ലോയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ യെല്ലോ ഓറഞ്ച് കിട്ടുന്നു. സെക്കൻഡറി കളറായ ഗ്രീനും പ്രൈമറി കളറായ യെല്ലോയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ യെല്ലോ ഗ്രീൻ കിട്ടുന്നു. ഇങ്ങനെയാണ് നമുക്ക് പ്രൈമറിയും സെക്കൻഡറിയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടെറിഷറി കളർ. അടുത്തത് നമ്മൾ മനസ്സിലാക്കുന്നത് കോംപ്ലിമെൻ്ററി കളേഴ്സാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് കോംപ്ലിമെൻ്ററി കളേഴ്സാണ്. അതിൻ്റെ അകത്ത് കോംപ്ലിമെൻ്ററി കളേഴ്സ് എങ്ങനെ കിട്ടുന്നു എന്ന് നോക്കാം. കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്ന് പറയുന്നത് തന്നെ ന്യൂട്രൽ കളേഴ്സാണ്. ഗ്രീനും റെഡും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂട്രൽ കളർ കിട്ടുന്നു. നോക്കിക്കേ, ഗ്രീനും റെഡും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ന്യൂട്രൽ കളർ കിട്ടുന്നു. അതുപോലെ തന്നെ ഓറഞ്ചും
ബ്ലൂവും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നതും ന്യൂട്രൽ കളറാണ്. ഓറഞ്ച് എന്ന് പറയുന്നത് 2 പ്രൈമറി കളർ ചേർന്ന് കിട്ടുന്നതാണ്. അത് റെഡും യെല്ലോയും കൂടെ ചേർന്ന് കിട്ടുന്നതാണ് ഓറഞ്ച്. അതും പിന്നെന്താണ് പ്രൈമറി കളറായ ബ്ലൂവും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താ കിട്ടുന്നത്? ന്യൂട്രൽ കളറാണ് കിട്ടുന്നത്. ന്യൂട്രൽ കളർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഗ്രീൻ അല്ല, ഓറഞ്ച് അല്ല, റെഡ് അല്ല, വയലറ്റ് അല്ല, യെല്ലോ അല്ല. ഇതൊരു കളറും അല്ലാത്ത ഒരു കളറാണ് നമുക്ക് ന്യൂട്രൽ കളർ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത് വയലറ്റും യെല്ലോയും കൂടിയാണ്. വയലറ്റും യെല്ലോയും കൂടെ മിക്സ് ചെയ്യുമ്പോഴും നമ്മൾക്ക് ന്യൂട്രൽ കളറാണ് കിട്ടുന്നത്. അപ്പോൾ വയലറ്റ് കളർ ഏതൊക്കെ കളർ മിക്സ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്? വയലറ്റും ബ്ലൂവും റെഡും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് വയലറ്റ് കിട്ടുന്നത്. ബ്ലൂവും റെഡ് എന്ന് പറയുന്നത് പ്രൈമറി കളറാണ്. ആ പ്രൈമറി കളർ തമ്മിൽ മിക്സ് ചെയ്തപ്പോൾ വയലറ്റ് എന്ന സെക്കൻഡറി കളർ കിട്ടി. ഈ വയലറ്റ് എന്ന സെക്കൻഡറി കളറും പ്രൈമറി കളറായ യെല്ലോയും കൂടെ മിക്സ് ചെയ്തപ്പോൾ നമ്മൾക്ക് ന്യൂട്രൽ കളറാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാ കളേഴ്സും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ തന്നെ മിക്സ് ചെയ്യണം, എങ്കിലേ അതിൻ്റെ കറക്റ്റ് കളർ കിട്ടത്തുള്ളൂ. ഒന്ന് കൂടിയും ഒന്ന് കുറഞ്ഞും നിൽക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു കളർ പ്രൊജക്റ്റ് ചെയ്തേ നിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ കിട്ടുമ്പോൾ മാത്രമേ ഉള്ളൂ, മിക്സ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ആ കറക്റ്റായിട്ടുള്ള കളേഴ്സ് എല്ലാം നമ്മൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. നോക്കിക്കേ, ഒരു സെക്കൻഡറി കളറും ഒരു പ്രൈമറി കളറും കൂടെ മിക്സ് ചെയ്തപ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് ന്യൂട്രൽ കളറാണ്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? അടുത്തത് 3 പ്രൈമറി കളർ ചേർന്നാലും ഒരു ന്യൂട്രൽ കളർ കിട്ടും. എൻ്റെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക കേട്ടോ.